അസ്സലാമലൈക്കും മുത്തുമണികളെ, നിങ്ങക്ക് നമ്മളെ പുന്നാര നബീനെ സ്വപ്നം കാണണ്ടേ? സാബീത്ത സ്വപ്നം കണ്ടതാ, എങ്ങനെയാ കണ്ടേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഒരു പ്രാവശ്യം ഈ കേസ് വിട്ടതാണ്. ഇനി ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരുന്നതാണ്. സത്യത്തിൽ ചിരി വന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ സാബീത്ത എന്ന് പറയുന്ന ഈ ഉമ്മാമ വല്യുമ്മ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. വെർഷൻ 2 എന്ന് നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ട മറ്റൊരു വ്യക്തി എന്ന് നമുക്ക് പറയാം. ഇത് ഇങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ആദ്യ സമയത്ത് ഒരു ലൈവ് ചെയ്യുന്ന ഒരു ഉസ്താദിനെ സംബന്ധിച്ചിട്ടൊരു വീഡിയോ ഒക്കെ പുറത്ത് വന്ന് നല്ല രീതിയിൽ ഇഷ്യൂ ഒക്കെ ആയി. അതിനുശേഷം അദ്ദേഹത്തിന് സുഖമില്ല, സിഹറൊക്കെ ബാധിച്ചതാണ് എന്നൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞതാണ്. ഓക്കെ, ആ വിഷയം അവിടെ ഇരിക്കട്ടെ, അതൊക്കെ കഴിഞ്ഞ വിഷയമാണ്. എന്നാൽ ഇപ്പോൾ സാബിത്ത വീണ്ടും വന്നിരിക്കുകയാണ്. അതായത് സാബിത്തക്ക് സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് എന്തായാലും നമുക്ക് നോക്കണ്ടേ. സാബിത്ത എന്ന് പറയുമ്പോൾ എങ്ങനത്തെ ആളാണെന്ന് നമുക്ക് നോക്കണം. അതേപോലെ സ്വപ്നത്തിൽ കണ്ടത് യാഥാർത്ഥ്യമായിട്ടുണ്ടാവോ എന്നൊന്നും കൂടി നമുക്ക് നോക്കണ്ടേ. അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാണാൻ പറ്റും. പക്ഷേ കണ്ട ആൾക്കാർ ഇതുവരെയായിട്ടും ആരും തന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, നിങ്ങളും ഇത് ചെയ്തോ, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്കും സ്വപ്നത്തിൽ കാണാം എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം ആരെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുമോ? ഇല്ല. നമുക്ക് പല വഴികളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള പല വഴികളും നമുക്കിടയിൽ ഉണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. സ്വലാത്ത് മുഖേനയും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സ്വപ്നത്തിൽ കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ പല രീതിയിലാണ്. അതായത് ആ ഒരു വിഷയത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഏതായിട്ടും ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ട ആൾ എവിടെയെങ്കിലും വന്നിട്ട് ഞാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ഇതുപോലെ ചെയ്തോ, ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവർക്കും സ്വപ്നത്തിൽ കാണാൻ വേണ്ടി കഴിയും എന്ന് പറയും. ഇനിയിപ്പോൾ ഒരു സ്വപ്നത്തിൽ കാണുന്ന ആൾ എങ്ങനെയായിരിക്കും അത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും വരാതെ നല്ല സൂക്ഷ്മതയോട് ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി കഴിയൂ എന്ന് അല്പം ബോധമുള്ള ആൾക്കാർക്കാണെങ്കിലും കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അല്ലാതെ ഡബ്ബിങ് ചെയ്തുകൊണ്ടും അതേപോലെ ഫിലിമിൽ വരുന്നതായ ഡയലോഗ്സൊക്കെ ഡബ്ബ് ചെയ്തുകൊണ്ടും ഡാൻസ് കളിച്ചുകൊണ്ടും തുള്ളിച്ചാടി കളിച്ചുകൊണ്ടും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടും ഉസ്താദന്മാരെ കൂടുതലായിട്ടും കുറ്റം പറയുന്ന ആൾക്കാർക്ക് സ്വപ്നത്തിൽ കാണാൻ വേണ്ടി കഴിയോ ഇല്ലേ എന്ന് നിങ്ങളുടെ കോമൺ സെൻസ് യൂസ് ചെയ്ത് അല്പം ചിന്തിച്ച് നിങ്ങൾ പറയുക. ഇനി ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമുക്ക് സാബിത്താൻ്റെ വീഡിയോ എന്താണെന്ന് നമുക്ക് കേട്ട് നോക്കാം. സ്വപ്നം കാണണ്ടേ? സാബീത്ത സ്വപ്നം കണ്ടതാ, എങ്ങനെയാ കണ്ടേ? സാബീത്ത കണ്ടതും ബഹ്റാനിൽ വെച്ചാണ്. ബഹ്റാനിൽ പോയ സമയത്താണ്. എവിടെയാ സ്വപ്നം കണ്ടതെന്ന് ശരിക്കും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിന്തിക്കുക, സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ പോകണം അല്ലേ? അവിടേക്കൊന്നും പോകണമെന്ന് പറയുന്നില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ സാബീത്ത കണ്ടത് ബഹ്റൈനിൽ വെച്ചിട്ടാണ് സ്വപ്നത്തിൽ കണ്ടത് എന്നാണ് പറയുന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടു നോക്കാം. നാട്ടിൽ നിന്ന് ഞാൻ ഈ പറയുന്നത് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്കും സ്വപ്നത്തിൽ കാണാൻ വേണ്ടി കഴിയും. അതിനിപ്പോൾ നമ്മൾ എങ്ങനെയുള്ള ആളാണെങ്കിലും നമുക്ക് സ്വപ്നത്തിൽ കാണാൻ വേണ്ടി കഴിയും. ഈ കാര്യം ചെയ്താൽ മതി. സാബിത്ത ഇപ്പോൾ പറഞ്ഞു തരും കേട്ടോ. ആ കാര്യം നമ്മൾ ചെയ്താൽ നമ്മൾ എങ്ങനത്തെ ആളാണെങ്കിലും, നമ്മൾ വലിയ തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും, നമ്മൾ ഉസ്താദന്മാരെ കുറ്റം പറയുന്ന ആളാണെന്നുണ്ടെങ്കിലും, മന്ത്രിക്കാൻ അറിയുന്ന ആൾക്കാർ ആണെന്നുണ്ടെങ്കിലും, ഫാത്തിഹ അല്ലെങ്കിൽ ഇഖ്ലാസ് മുഅവ്വിസത്തൈനി സൂറത്ത് ഓതാൻ പോലും അറിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി കഴിയും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട്, വഴി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, അതുപോലെ ചെയ്യണം കേട്ടോ. കുറച്ച് മാസങ്ങളായപ്പോൾ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ നിന്ന് വെച്ചിട്ടാണ് ഞാൻ നബീനെ സ്വപ്നം കണ്ടത്. നിങ്ങളറിയാം, അത് കാണണ്ടേ? നബീനെ സ്വപ്നം കണ്ടവരൊക്കെ വരും. ഇത് ഏതായാലും സത്യം ഉള്ള വിഷയമാണ്. അതായത് ആദം സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള വഴിയായി തീരും. പക്ഷേ
എൻ്റെ ചോദ്യം ഇതാണ്. ആദ്യം ഞാൻ ചോദിച്ച വിഷയം, അതായത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് സ്വപ്നത്തിൽ കാണാൻ വേണ്ടി കഴിയുമോ? ഈ സാബിത്താൻ്റെ ചാനലിൽ മുഴുവനായിട്ടും അധികമായിട്ടും എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് റസ വ്ലോഗ് ഉസ്താദേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടും ആ ഉസ്താദിനെയും സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിനെ അടക്കം അല്ലെങ്കിൽ മറ്റു ഏത് ഉസ്താദന്മാരാവട്ടെ പ്രഭാഷണ രംഗത്തിലുള്ള ഉസ്താദന്മാരെയൊക്കെയും കുറ്റം പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടും കുട്ടുമ അല്ലെങ്കിൽ മറ്റ് കുറേ പാട്ടുകളും വെച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി കഴിയോ ഇല്ലയോ? ഏതായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, അതിങ്ങനെ പബ്ലിക്കായിട്ട് പറയാനും പാടില്ല. ഇനി സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാലും അതാരും വന്നിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ചാനൽ ഇങ്ങനെ ഇരുന്നിട്ട് മക്കളെ ഞാൻ സ്വപ്നം കണ്ടു, മക്കളെ നിങ്ങൾ എങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്ന് ആരും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ബോധത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇങ്ങനെ ഞാൻ സത്യം പറയട്ടെ, ഈ കേസ് ഞാൻ വിട്ട് ഞാനിനി വീഡിയോ തന്നെ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്ന സമയത്ത് ഒരിക്കലും നമുക്കത് റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ വിമർശിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിയുന്ന പരമാവധി നിങ്ങൾ എന്താക്കുക, വിമർശിക്കുക. പക്ഷേ എങ്ങനെയായിരിക്കണം? ഒന്നിരിക്കലോ നിങ്ങൾ കൈ കൊണ്ട് വിമർശിക്കുക, അതിനും കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ വായ് കൊണ്ട് വിമർശിക്കുക, അല്ലെങ്കിൽ കൽബ് കൊണ്ട് വിമർശിക്കുക, അതിനും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു തെറ്റിനെ ഇങ്ങനെ വിമർശിക്കുക എന്നാണ് പറഞ്ഞു തരുന്നുള്ളത്. ഇതിപ്പോൾ പബ്ലിക്കായിട്ട് ഇരുന്നിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാബിത്താൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരണോ നിങ്ങൾക്ക്? ഞാൻ കാണിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്, ഇരിക്കട്ടെ. എല്ലാ മുത്തോണികളെ അവിടെ തന്നെ സാബിത്താക്ക് ഒരു ബിസിനസിന്റെ ആവശ്യത്തിൽ പോയിട്ടുണ്ടേ, അങ്ങനെ പോകണ്ട. അസ്സലാമു അലൈക്കും എന്റെ പൊന്നാര പൊന്നുമക്കളെ, നിങ്ങൾ എന്നോട് എന്റെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണേ, എന്റെ മുത്തുമണികളൊന്ന് ഓർക്കണേ. എന്താണെന്ന് നിങ്ങൾ അറിയോ? ഈ കമന്റ് ഇടുന്നവരും അല്ലാതെ റിലാക്സ് വീഡിയോസ് ഇടുന്നവരും മറ്റേ യൂട്യൂബ് ചാനൽ എന്നെ പറ്റിട്ട് റിലാക്സ് ചെയ്തിട്ട് എന്നെ കൊണ്ട് കുറ്റവും പറഞ്ഞിടുന്ന കുറെ വീഡിയോസുകളുണ്ട്, കുറെ യൂട്യൂബാറുണ്ട്. ആ യൂട്യൂബാറെല്ലാം ഞാൻ ഡാൻസ് കളിച്ചത് കൊണ്ടല്ല, ഞാൻ നൂല് പന്തിരിച്ചത് കൊണ്ടല്ല. നമ്മളെ നൂറേ ഹബീബത്തങ്ങൾ എന്തായിരുന്നു ചെയ്തത്? നമ്മളെ നൂറേ ഹബീബത്തങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? നൂറേ ഹബീബത്തങ്ങൾ ആയിരക്കണക്കിന് പാവങ്ങളെ സഹായിക്കുകയും ലക്ഷക്കണക്കിന് പെൺകുട്ടികളും ജാതിമത ഈ നൂറെ ഹബീബിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈ അടുത്ത് ഒരു ഓർമ്മയിൽ വന്ന ഒരു കാര്യം പറയാം. ഇന്ന് എനിക്കൊരു ഉമ്മ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നോ നമ്പർ കിട്ടിയതെന്ന് എനിക്കറിയില്ല, എവിടെ നിന്ന് തപ്പി പിടിച്ച് എനിക്ക് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ യൂട്യൂബിലൊക്കെ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്തതാണ് മുമ്പ്, കുറച്ച് മാസങ്ങളായി. അതിനുശേഷം എവിടെ നിന്നോ തപ്പി പിടിച്ച് എനിക്ക് കോൾ ചെയ്തിട്ട് ഏകദേശം 25 മിനിറ്റോളം എന്നോട് സംസാരിച്ചു. ഈ നൂറെ ഹബീബ് തങ്ങളെ കുറിച്ചിട്ടാണ് ആ ഉമ്മ എന്നോട് സംസാരിച്ചത്. ആ ഉമ്മ പറയുന്ന സമയത്തും ആദ്യം തന്നെ പറഞ്ഞു, അതായത് റജബ് മാസമാണ്, ഞാനിങ്ങനെ പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ പറയാതെ നിവൃത്തിയില്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടതൊക്കെ ഇങ്ങനെ പറയുകയാണെന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നീട് ആ ഉമ്മ പറഞ്ഞ ഒരു ചെറിയൊരു വാചകമുണ്ട്, ഞാനിങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് ആ ഉമ്മ പറയുകയാണ്, ഈ ബസ്സിൽ, അതായത് ആ മജ്ലിസിലേക്ക് പോകുന്ന ആൾക്കാരെ ബസ് റെഡിയാക്കി അതിൽ ആൾക്കാരെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഏജൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ വോളണ്ടിയർ എന്ന് പറയുന്ന ആ സ്ത്രീകൾക്ക് ഏകദേശം 10,000-10,000 രൂപയൊക്കെ പണം ആ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു യഥാർത്ഥ ആത്മീയമായ മജ്ലിസ് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടോ? ഇപ്പോൾ ഞാൻ ഉദാഹരണമൊക്കെ പറയുകയാണ്, നൂറെ അജ്മീർ എന്ന് പറയുന്ന മജ്ലിസൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കുറേ മജ്ലിസ്, പേരെടുത്ത് പറയാൻ കുറേ മജ്ലിസുകളൊക്കെ നടക്കുന്നുണ്ട്. പേര് പറഞ്ഞു തന്നെ തെറ്റായി, ഓക്കെ, ഏതായിട്ടും ചില മജ്ലിസുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മജ്ലിസുകളിലൊക്കെ അവർ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും വോളണ്ടിയർസ്മാരോ, അല്ലെങ്കിൽ വോളണ്ടിയർസ്മാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളായിട്ട് വോളണ്ടിയർസ്മാരെ റെഡിയാക്കിയിട്ട് അവർക്ക് പണം കൊടുത്തിട്ട് ആൾക്കാരെയൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് വലിയൊരു അടവാണ് ഈ നൂറെ ഹബീബ് എന്ന് പറയുന്ന ഈ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണത്തിൻ്റെ വലിയൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തി വരുന്നുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അല്പം ബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഇത്ത ഉണ്ടല്ലോ, ഈ വലിയമ്മ സാബിത്ത എന്ന് പറയുന്ന ഇത്ത,
ഈ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നത് നൂറെ ഹബീബ് തങ്ങളെക്കാണ് എന്ന് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ലോങ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല വീഡിയോ. പിന്നെ സാബിത നല്ല പാട്ട് പാടാൻ വേണ്ടി പോവുകയാണ്. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ലേ കരളെ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ലേ കരളെ, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ. ഇതായിട്ടും ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇതായിട്ടും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തതൊന്നും നിർത്തിവെക്കുക. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയാതെ. അപ്പോൾ സ്വപ്നത്തിൽ കണ്ട വിഷയം എല്ലാവരും മറക്കണ്ട കേട്ടോ. നമ്മുടെ സാബിത്തയും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അതും എവിടെ വെച്ചാണ് കണ്ടത്? ഇവിടെ വെച്ചൊക്കെ കണ്ടതല്ല കേട്ടോ, ബഹ്റൈനിൽ വെച്ചിട്ടാണ്. എന്താണെന്ന് പറഞ്ഞാൽ ബഹ്റൈൻ അല്ലേ? അതെ, ബഹ്റൈനിൽ വെച്ചിട്ടാണ് സ്വപ്നത്തിൽ കണ്ടത്. അപ്പോൾ എങ്ങനെ ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ് വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിയാനുള്ള ശേഷി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഏതാണ് യഥാർത്ഥ മാർഗ്ഗമെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ടൊന്നും പറയാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.